ശാപവാക്കുകൾ പറയരുത്. ശാപവാക്കുകൾ ചിലപ്പോ ആരോട്? നീ മുടിയത്തേ ഉള്ളൂ, നീ നശിക്കും. ഒരു വിഷമം വരുമ്പോൾ നമ്മൾ ഉടനെ ചാടി നമ്മളെ കൊണ്ട് പിശാച് പറയിക്കുന്നത് നീ രക്ഷപ്പെടുന്നല്ല, നമ്മളെ കൊണ്ട് അന്നേരെ പറയും നീ മുടിയുള്ളൂ, നീ നശിക്കുള്ളൂ, നീ രക്ഷപ്പെടുന്ന കാണണം, നീ ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ തെണ്ടി നടക്കുന്നത് ഞാൻ കണ്ടില്ലെങ്കിൽ നീ കുറിച്ചു വെച്ചു. അത് വീട്ടിലും പറയരുത്, പുറത്തും പറയരുത്, ആരോടും പറയരുത്, എന്നോട് തന്നെ പറയരുത്. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ശാപവാക്കുകളാണ്. ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ദൈവമല്ല, ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് പിശാചാണ്. ഒരിക്കലും ശാപവാക്കുകൾ പറയരുത്. ആരെക്കുറിച്ചും, ആരുമാകട്ടെ, ശത്രുവാകട്ടെ, മിത്രമാകട്ടെ, നമുക്കെതിരെ ഇന്നുവരെ നമുക്കെതിരെ നിന്നയാളാകട്ടെ, ശപിക്കരുത്. ശാപവാക്കുകൾ എന്റെ നാവിലൂടെ ഒരിക്കലും പുറത്തു വരാൻ പാടില്ല. ചില കുഞ്ഞുങ്ങളോട് പോലും, മാതാപിതാക്കൾ പോലും ഇച്ചിരി വിഷമം വന്ന് അവരൊരു കാര്യം പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് അമ്മ പറയുന്നത് എന്നായിരിക്കും? നീ മുടിയോടാ. നമ്മൾ അറിയാതെ പറയുന്ന, മുടിയാൻ വേണ്ടി പറയുന്നൊന്നുമല്ല, സ്നേഹം കൊണ്ട് പറയുന്ന. പക്ഷെ നമ്മുടെ വായിൽ നിന്ന് വന്നൊരു വാക്കുണ്ടല്ലോ, അത് പിശാചിന് ഭയങ്കര ഇഷ്ടമാണ്. അതേ വച്ച പിന്നെ നമ്മുടെ കുടുംബത്തിലെ കളിപ്പന്ത് പിള്ളേര് തട്ടുന്ന പോലെ നമ്മുടെ ജീവിതത്തെ പിശാച് നാളെ തട്ടിക്കളിക്കാൻ കാരണമാകത്തക്ക വിധം നമ്മുടെ കുടുംബത്തിൽ അവൻ കയറി ഇരിക്കാൻ കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാവിലൂടെ പുറത്തു വന്ന ചില വാക്കുകൾ പിശാചിന് നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ നല്ല ഒരു ഓപ്പണിംഗ് ആയി പോയിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ ദൈവവചന ശുശ്രൂഷയിലൂടെ നമ്മൾ ചെയ്യുന്നത്, പിശാചിന് എന്റെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ വാതിലുകളും ഞാൻ ദൈവവചനത്തിലൂടെ കൊട്ടി അടയ്ക്കുകയാണ്. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ വാക്കുകൾ ആരോടും പറയത്തില്ല. അങ്ങനെ തീരുമാനിച്ചോ. ദൈവം നിങ്ങളുടെ ജീവിതത്തെ ശക്തമായി ഏറ്റെടുക്കും.